നമസ്കാരം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിൽ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ നേരിടുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടാൻ സഹകരണവും പിന്തുണയുമായി സർക്കാർ എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിവരവിനിമയത്തെ കൂടുതൽ ജനകീയമാക്കിയെന്നും മുഖ്യമന്ത്രി. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള സ്വപ്നത്തിന് സാഫല്യം. കായംകുളം കായലിനു കുറുകെ നിർമ്മിച്ച വലിയഴീക്കൽ പാലം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പള്ളിപ്പാട് സ്വദേശിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത് തട്ടിപ്പിനിരയായ വ്യവസായി. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ പുതിയ കാലത്തെ സാധ്യതകളും വെല്ലുവിളികളുമാണ് സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ടെലിവിഷൻ മാധ്യമ രംഗത്തെയും ഇന്റർനെറ്റ് വിതരണ രംഗത്തെയും കുത്തകവൽക്കരിക്കുന്നതിനെതിരെ ലോകത്തിന് തന്നെ മാതൃകയായ ജനകീയ ബദൽ തീർത്ത കേരളത്തിലെ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളത്ത് തുടക്കമായി. വൈറ്റില SP യോഗം സെന്റിനറി ഹാളിൽ COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 1990-കളിലാണ് സംസ്ഥാനത്ത് കേബിൾ TV വ്യാപകമാകുന്നത്. വൻകിട കമ്പനികൾ നഗരങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആ ഘട്ടത്തില് ഗ്രാമീണ മേഖലകളിൽ ചെറുകിട പട്ടണങ്ങൾ അവിടെയെല്ലാം കേബിൾ TV കണക്ഷൻ ലഭ്യമാക്കിയത് ഇവിടുത്തെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരായി. കേബിൾ TV ഓപ്പറേഷൻസ് പുതിയ തൊഴിൽ മേഖലയായി അതിവേഗം വളർന്നു. അഭ്യസ്ത വിദ്യരും സാങ്കേതിക വിദ്യരുമായ ധാരാളം യുവാക്കൾ ഇതിലേക്ക് കടന്നു. ആ നിലക്ക് വിവര വിനിമയത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന്, ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് മുഖ്യാതിഥിയായി. നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റേതുമായ തലങ്ങളെല്ലാം ഒരേ കുത്തക തന്നെ നിയന്ത്രിക്കുക എന്നത് പുതിയ കാലത്തിന്റെ ഒരു പ്രവണതയാണ്. അത് പിന്നീട് പ്രൊഡക്ഷനിലേക്ക്, ബാക്ക്വേർഡ് ഇന്റഗ്രേഷനിലേക്ക് പോയി അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, അവർ തന്നെ അത് സംപ്രേഷണം ചെയ്യുക എന്ന തലങ്ങളിലേക്ക് വരെ ഇത് വികസിക്കുന്നു. ബാക്ക്വേർഡ് ആയാലും അപ്വേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷനുകളെല്ലാം ഒരേ കുത്തക തന്നെ നിയന്ത്രിക്കുക എന്ന രീതിയിലേക്ക് ദൃശ്യമാധ്യമ രംഗം കീഴ്പ്പെടാൻ തുടങ്ങിയ ഒരു ഘട്ടമുണ്ട്. അത് വലിയ അപകട സാധ്യതയാണ് ഒരുക്കുന്നത്. അതിനെതിരെയുള്ള മുന്നറിയിപ്പുകൾ പലതരത്തിലുള്ള കമ്മിറ്റികളും പാർലമെന്റ് സംവിധാനവും നൽകുകയുണ്ടായി. എന്നാൽ അതിനനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് തങ്ങളെ തൊഴിൽ സംരക്ഷിക്കുക എന്ന പരിമിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയതെങ്കിൽ പോലും ഒരു ബദൽ പ്രയോജനത്തിന് കൂടെ സാധ്യതയുണ്ട് എന്ന നിലപാടിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ എത്തിയത്. കൊച്ചി മേയർ M. അനിൽകുമാറും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ എന്റെ നഗരം പരിപൂർണമായും വെള്ളത്തിനടിയിലാകുമെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് വേണമെങ്കിൽ ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ പരിപാടിക്ക് വരാതെ വീട്ടിലിരുന്ന് 30 കൊല്ലം കഴിഞ്ഞ് ഏതായാലും നമ്മൾ ഒടുങ്ങാൻ പോണേന്ന്, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിയെടുക്കണേ എന്ന് വിചാരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ ക്ലൈമറ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തുകയാണ് ചെയ്യുന്നത്. കുത്തകകളാണ് വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മത്സരത്തിൽ നമ്മൾ ഉണ്ടാകണം. മത്സരത്തിൽ ഉണ്ടാകുമ്പോൾ അടിസ്ഥാനപരമായ ലോകമാറ്റത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യയിൽ സമൂലമായ മാറ്റം തുടർച്ചയായി വരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
അത് വരുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ ഏത് ഗവൺമെന്റ് സഹായിച്ചാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സംഘാടക സമിതി കൺവീനർ CR സുധീർ സ്വാഗതവും ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ K വിജയകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി KV രാജൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PS സിബി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. അബൂബക്കർ സിദ്ദിഖ്, മൻസൂർ M, ജ്യോതികുമാർ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. സമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് സമാപിക്കും. സംസ്ഥാനത്തെ കേബിൾ TV, ഇന്റർനെറ്റ് മേഖലയിലെ പുതിയ കാലത്തെ സാധ്യതകളും വെല്ലുവിളികളുമാണ് സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CDNet ന്യൂസ്, കായംകുളം. തൊഴിൽ മേഖലയിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടാൻ സഹകരണവും പിന്തുണയുമായി സർക്കാർ എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ 13ാമത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരവിനിമയത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിലും ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഴ്ചവെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിൽ മേഖലയിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടാൻ സഹകരണവും പിന്തുണയുമായി സർക്കാർ എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചിയിൽ നടക്കുന്ന 13ാമത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ട്. വിജ്ഞാനം വീടുകളിലേക്ക് എത്തിക്കുന്നതിന് കാര്യക്ഷമമായി ഇടപെട്ട സംഘടനയാണ് നിങ്ങളുടെ. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ കേബിൾ TV കണക്ഷൻ നൽകുന്നതിന് നിങ്ങൾ സന്നദ്ധമായി. കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ നൈപുണ്യ വികസനത്തിൽ ഈ മേഖലയിലെ പുതുതലമുറ മാറ്റങ്ങൾ പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിൽ നിങ്ങളുടെ സംഘടന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിവിപുലമായ വികസനമാണ് ലക്ഷ്യമിടുന്നത്. കേരളയിൽ വ്യാവസായിക ഇടനാഴികൾ, ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ, അത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ സഹകരണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വിവരവിനിമയത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിലും ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിലും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഴ്ചവെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ പൊതുവായ നന്മ മുൻനിർത്തി CEO വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കോവിഡ് സംബന്ധിയായ അറിയിപ്പുകൾ തൊട്ട് മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറുന്ന ഘട്ടത്തിൽ അസോസിയേഷൻ നൽകിയ സേവനം നന്ദിപൂർവ്വം ഓർക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാനം വീടുകളിലേക്ക് എത്തിക്കുന്നതിന് കാര്യക്ഷമമായി ഇടപെട്ട സംഘടന കൂടിയാണ് COA. വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ, ആദിവാസി മേഖലകളിൽ സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ച് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എന്നിവ ഏറെ എടുത്തു പറയേണ്ടതാണ്. ഈ രീതിയിൽ വലിയൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഏറ്റെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. യുക്രൈനിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോയി യുദ്ധമുഖത്ത് അകപ്പെട്ട് തിരികെ എത്തിയ ഹസ്ന അബ്ദുള്ള ലത്തീഫിനെ കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും 14ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സമ്മേളനം മുൻ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E സമീർ ഉദ്ഘാടനം ചെയ്തു. ഉക്രൈനിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോയി യുദ്ധമുഖത്ത് അകപ്പെട്ട് തിരികെ എത്തിയ കായംകുളം നഗരസഭ 14ാം വാർഡിലെ ചന്ദനവേലിൽ അഡ്വക്കേറ്റ് അബ്ദുൾ ലത്തീഫിന്റെ മകൾ ഹസ്ന അബ്ദുൾ ലത്തീഫിനെ കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും 14ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും സ്വീകരിച്ചു. കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അൻസാരി കോയിക്കലേത്ത് അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനം മുൻ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E സമീർ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശങ്കയോടെ കാത്തിരുന്ന ഹസ്നയുടെ വരവ് ദൈവകൃപയാൽ വളരെയധികം ആഹ്ലാദം പകരുന്ന ഒന്നാണ്. കാർക്കീവിലെ മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBSന് MDക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യുക്രൈനെതിരെ റഷ്യ യുദ്ധം ആരംഭിക്കുന്നത്. നയതന്ത്ര രംഗത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ടായ പാളിച്ചയാണ് നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ യുക്രൈനിലെ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ദുരിതമുണ്ടാകേണ്ടി വന്നത്. കർണാടകയിലെ നവീൻ എന്ന വിദ്യാർത്ഥിക്ക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ടായത്. പഞ്ചാബിലെ ബർണാലിൽ നിന്നുള്ള ചന്ദൻ എന്ന വിദ്യാർത്ഥി മരിക്കുകയുണ്ടായി. മടങ്ങിയെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നാട്ടിൽ തന്നെ MBBS വിദ്യാഭ്യാസം പുനരാരംഭിക്കുവാൻ, അവർക്ക് തുടരുവാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ, വിവിധ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ, പൊതുമേഖലാ മെഡിക്കൽ കോളേജ്, സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ് ആണെങ്കിലും S വിജയനാഥ്, Y അബ്ദുൾ റഷീദ്, സൈഫുദ്ദീൻ, സണ്ണി ഈപ്പൻ, സാം ഐസക് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. യുദ്ധ സാഹചര്യത്തിൽ ഉക്രൈനിൽ നിന്നും നാട്ടിലെത്തിയ MBBS വിദ്യാർത്ഥിനി കായംകുളം ഈസ്റ്റ് മുക്കവല്ല സ്വദേശിനി ഹസ്ന ഭീതിയോടെയാണ് ഫെബ്രുവരി 24 മുതൽ മാർച്ച് 2 വരെയുള്ള ദിനങ്ങൾ ഓർക്കുന്നത്.
കാർക്കീവ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഹസ്ന. പ്രതീക്ഷയോടെ വൈദ്യപഠനത്തിന് ഉക്രൈനിൽ പോയെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ മടങ്ങേണ്ടി വന്ന ഹസ്നയ്ക്ക് ഫെബ്രുവരി 24 മുതൽ മാർച്ച് 2 വരെയുള്ള നാളുകൾ ഭീതിയോടെ ഓർക്കാൻ കഴിയുന്നുള്ളൂ. കായംകുളം ഈസ്റ്റ് മുക്കവല ചന്ദനവേലിൽ അഡ്വക്കേറ്റ് അബ്ദുൾ ലത്തീഫിന്റെ മകൾ ഹസ്ന അബ്ദുൾ ലത്തീഫ് ഉക്രൈനിലെ കാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. അവിടുന്ന് പിന്നെ ബങ്കറിലായിരുന്നു. ആ ദിവസം തൊട്ട് മാർച്ച് 1 വരെ നമ്മൾ ബങ്കറിലായിരുന്നു. 2-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ ഫുൾ യാത്രയായിരുന്നു. അത് വലിയൊരു കഥയാണ്. 2-ാം തീയതിയിലാണെങ്കിൽ നമ്മൾ കാർക്കീവിൽ നിന്നും കാർക്കീവ് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള നടത്തായിരുന്നു. ദെൻ അവിടുന്ന് പിന്നെ നമ്മൾ 1 ഡേയോളം ട്രെയിൻ വഴിയാണെങ്കിൽ കീവിലോട്ടെത്തി, ബോർഡറിലോട്ടെത്തി. ഒരുപാടുണ്ട്, കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫുഡ് പോലും ഇല്ലായിരുന്നു. 2 ഡേയ്സോളം ഫുഡും വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല. മരുന്ന് കഴിക്കാൻ തന്നെ മെഡിസിൻസ് ഇല്ല. കുറേ പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഷെല്ലിംഗ് ആണ്. നമ്മൾ ഇറങ്ങുന്ന 2-ാം തീയതി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഷെല്ലിങ്ങും മാർച്ചും മിലിറ്ററി മാർച്ചും നടത്തുന്ന ആ സമയമായിരുന്നു. അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. യുദ്ധം മുറുകി തുടങ്ങിയ ഫെബ്രുവരി 24-ന് ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടാണ് ഹസ്ന ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉറക്കമുണരുന്നത്. മാർച്ച് 2 വരെ ബങ്കറിൽ കഴിഞ്ഞ ശേഷം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നാട്ടിലേക്ക് എത്തിയത്. ഹംഗറി വഴിയായിരുന്നു യാത്ര. ബുഡാപെസ്റ്റിൽ എത്തിയപ്പോൾ മാത്രമാണ് ഇന്ത്യൻ എംബസിയുടെ സഹായം ലഭിച്ചതെന്നും ഹസ്ന പറയുന്നു. നല്ല മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ പിള്ളേർ വാഷ്റൂമൊക്കെ പോകാൻ നോക്കും. ആ സമയത്തൊക്കെ ഷെല്ലിങ് കുറവാണ്. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് വാഷ്റൂമിൽ മുകളിലോട്ട് സ്റ്റെയർ കയറി തിരിച്ച് റൂമിലോട്ട് പോകാൻ നോക്കുന്ന സമയത്താണ് സൈറൻ അടിക്കുന്നത്. വീണ്ടും അടുത്ത ഷെല്ലിങ് വരുന്നുണ്ടെന്നുള്ള സൈറൻ അടിക്കുന്നത്. അപ്പം വീണ്ടും താഴോട്ട് വരുന്നു. ഒരു പേടിപൂർണമായിട്ടുള്ള ലൈഫായിരുന്നു അവിടെ. ഏതായാലും യുദ്ധഭൂമിയിൽ നിന്ന് നാട്ടിലെത്തി ഭീതി വിട്ടൊഴിഞ്ഞതിന്റെ ആശ്വാസത്തിലും പോയ ദിനങ്ങൾ നടുക്കുന്ന ഓർമ്മയായി ഇന്നും ഹസ്നയ്ക്കുണ്ടിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തീരദേശപാതയിൽ കായംകുളം കായലിന് കുറുകെ നിർമ്മിച്ച വലിയഴിക്കൽ പാലം വ്യാഴാഴ്ച രാവിലെ 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് വലിയഴിക്കൽ പാലം നിർമ്മാണത്തിലൂടെ സഫലമായത്. വലിയഴിക്കലിൽ നിന്ന് അഴീക്കലിലേക്കുള്ള യാത്രയിൽ 28 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ സാധിക്കുന്നതിന് പുറമെ ടൂറിസം മേഖലയിലും പുതു സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ഈ പദ്ധതി. ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തീരദേശപാതയിൽ കായംകുളം കായലിന് കുറുകെ നിർമ്മിച്ച വലിയഴിക്കൽ പാലം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, സജി ചെറിയാൻ, P പ്രസാദ്, J ചിഞ്ചുറാണി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പൊതുമരാമത്ത് പാലം വിഭാഗം ചീഫ് എഞ്ചിനീയർ S മനോമോഹൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. MPമാരായ അഡ്വക്കേറ്റ് A മാരിഫ്, K സോമപ്രസാദ്, KC വേണുഗോപാൽ, MLAമാരായ രമേശ് ചെന്നിത്തല, CR മഹേഷ്, മുൻമന്ത്രി G സുധാകരൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം K ഡാനിയൽ എന്നിവർ സംസാരിക്കും. ആലപ്പുഴ ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജൻ, കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ, ജനപ്രതിനിധികളായ D അംബുജാക്ഷി, ദീപ്തി രവീന്ദ്രൻ, N സജീവൻ, U ഉല്ലാസ്, ജോൺ തോമസ്, വസന്ത രമേശ്, PV സന്തോഷ്, നിഷ അജയ്കുമാർ, രശ്മി രഞ്ജിത്ത്, T ഷൈമ, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR മഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള സ്വപ്നമാണ് വലിയഴീക്കൽ പാലം നിർമ്മാണത്തിലൂടെ സഫലമായിരിക്കുന്നത്. വലിയഴീക്കലിൽ നിന്നും അഴീക്കലിലേക്കുള്ള യാത്രയിൽ 28 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാൻ സാധിക്കുന്നു എന്നതിന് പുറമെ ടൂറിസം മേഖലയിലും പുതുസാധ്യതകളിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ഈ പാലം പദ്ധതി. തീരദേശ ഹൈവേയിൽ അറബിക്കടലിലെ പൊഴിമുഖത്തിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്ന പാലം സവിശേഷമായ രൂപകൽപ്പന കൊണ്ടുതന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അഴീക്കൽ, വലിയഴീക്കൽ ബീച്ചുകളെയും ഹാർബറുകളെയും ബന്ധിപ്പിക്കുന്ന പാലത്തിലൂടെയുള്ള യാത്ര കടലിലെയും കായലിലെയും കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ്. DFIP ഫണ്ടിൽ നിന്നും 146.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാലത്തിന്റെ നീളം 981 മീറ്ററാണ്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 1 കിലോമീറ്റർ 216 മീറ്റർ നീളമുണ്ടാകും. ജലോപരിതലത്തിൽ നിന്നും 12 മീറ്റർ ഉയരത്തിൽ 110 മീറ്റർ നീളമുള്ള 3 ബോസ്ട്രിംഗ് ആർച്ച് സ്പാനുകൾ പാലത്തിനുണ്ട്.
ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബോസ്ട്രിംഗ് ആർച്ച് സ്പാനാണിത്. ചെറിയ യാനങ്ങൾക്കും വലിയ മത്സ്യബന്ധന ബോട്ടുകൾക്കും പാലത്തിനടിയിലൂടെ സുഗമമായി കടന്നുപോകാൻ സൗകര്യമുണ്ട്. ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ തീരദേശ റോഡിലൂടെ ഇരു ജില്ലകളിലേക്കും പ്രവേശിക്കാനും പാലം തുറക്കുന്നതോടെ സാധിക്കും. 2016 മാർച്ചിലാണ് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ജില്ലയിൽ 47 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 46 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഒരാളുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 126 പേർ രോഗമുക്തരായി. നിലവിൽ 605 പേർ ചികിത്സയിൽ കഴിയുന്നു. മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 98ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 98ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. പരിപാടി MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ വർഷക്കാലം കുടുംബത്തിൽ നിന്ന് മാറി ഈ സ്ഥാപനത്തിന്റെ ഉന്നതി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനൊക്കെയായി പുരോഗതിക്കൊക്കെയായി ജീവിതം സമർപ്പിച്ച് ആത്മാർത്ഥമായി സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് ഏറ്റവും ആനന്ദകരമായ കാര്യം, അതോടൊപ്പം തന്നെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും അതാണ് ഈ ഒരുപാട് സ്നേഹം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും. യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇടം കൊണ്ട് അവസാനിക്കുകയല്ല, റിട്ടയർമെന്റ് ജീവിതം പുതിയൊരു ജീവിതത്തിന് തുടക്കമാണ്. മാവേലിക്കര ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത അലക്സിയോസ് മാർ യൗസിബിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലോകം മുഴുവൻ സങ്കീർണമായ വിഷയങ്ങളാണ്. നിങ്ങളുടെ ന്യൂസും പേപ്പറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈൻ വിഷയം നമുക്കറിയാം. നൂറ്റാണ്ടുകളായി പണിതുയർത്തിയ ഒരു രാജ്യം, യൂറോപ്പിലെ ജർമ്മനി കഴിഞ്ഞാൽ വലിയ രാജ്യം, നൂറ്റാണ്ടുകളായി പണിതുയർത്തിയ ഒരു രാജ്യം മുഴുവൻ തകർന്നടിയുകയാണ്. എൻ്റെ ഒരു MLA എന്നിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ബഡ്ജറ്റ് കഴിയുമ്പോൾ പണിയാൻ പോകുന്നത് റോഡിനെ പറ്റി പറഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീബ വർഗീസ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ സമ്മാനദാനം നിർവഹിച്ചു. ഫാദർ ജേക്കബ് ജോൺ കല്ലട, ഫാദർ അലൻ S മാത്യു, KS തോമസ്, രേഷ്മ R രാജേഷ്, സൂസൻ മാത്യു, മീനാക്ഷി മോഹൻ, പ്രീത K കൃഷ്ണൻ, സന്തോഷ് ജോസഫ്, വർഗീസ് പോത്തൻ, ഷൈനി തോമസ്, B ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സൂസൻ K ജോർജ്, മീര എലിസബത്ത് ഉമ്മൻ, ഡാനിയൽ ജോർജ്, മേഴ്സി കോശി, പൊന്നമ്മ തമ്പാൻ, EB ഫിലിപ്പ്, ബേബി എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി. ഷീല ജോൺ കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. CD നെറ്റ് ന്യൂസ് കായംകുളം. ആക്രി സാധനങ്ങൾ പെറുക്കി ജീവിതമാർഗം തേടിയിരുന്ന 62കാരനെ തേടി കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യം എത്തിയിരിക്കുന്നു. കണ്ടല്ലൂർ 6ാം വാർഡിൽ പുതിയവിള മലയിൽ പടിയിട്ടതിൽ സൈനുദ്ദീനാണ് സ്ത്രീശക്തി ലോട്ടറിയുടെ 75 ലക്ഷം രൂപ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ആക്രി സാധനങ്ങൾ പെറുക്കി ജീവിതമാർഗം തേടിയിരുന്ന 62കാരനെ തേടിയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യം എത്തിയിരിക്കുന്നത്. സ്ത്രീശക്തി ലോട്ടറിയുടെ 75 ലക്ഷം രൂപ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കണ്ടല്ലൂർ 6ാം വാർഡിൽ പുതിയവിള മലയിൽ പടിയിട്ടതിൽ സൈനുദ്ദീനാണ്. ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സൈനുദ്ദീൻ സ്ഥിരമായി ലോട്ടറി എടുക്കാറുള്ള ആളാണ്. സമ്മാനാർഹമായ SB 31,960 എന്ന നമ്പറിലുള്ള ടിക്കറ്റ് എടുത്തത് മേടമുക്കിലെ ലക്കി സെന്ററിൽ നിന്നാണ്. ഒരു ദിവസം 40 ലോട്ടറി ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് സമ്മാനം ലഭിക്കുന്നതെന്ന് സൈനുദ്ദീൻ പറഞ്ഞു. സ്ഥിരമായിട്ട് ലോട്ടറി എടുത്ത് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് നടന്നപ്പോൾ 9ാം തീയതി ഞറുക്കെടുപ്പിലെ സ്ത്രീശക്തിയുടെ ഞറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം 75 ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് അതിയായ സന്തോഷമുണ്ട്. ഇനി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. സൈക്കിളിൽ നടന്നാണ് ഞാൻ ആക്രി വ്യാപാരം നടത്തുന്നത്. ഇനി നല്ല നിലയിൽ അത് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമ്മാനാർഹമായ ടിക്കറ്റ് കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്പ് നമ്പർ 2166 ഏൽപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ, സെക്രട്ടറി രമാഭായി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. നല്ല ഒരു വീട് പോലും ഇല്ലാത്തയാളാണ് സൈനുദ്ദീൻ. സർക്കാർ സഹായത്തോടെ വെച്ച വീട് നന്നാക്കണമെന്നും ബിസിനസ് വിപുലപ്പെടുത്തണമെന്നും സൈനുദ്ദീൻ പറഞ്ഞു. ഭാര്യ ഹസീന, മക്കളായ അൻസാരി, ജാസ്മി എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെത്. CD നെറ്റ് ന്യൂസ് കായംകുളം.
വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പള്ളിപ്പാട് സ്വദേശിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായ വ്യവസായിയും മാവേലിക്കരയിലെ താജ് മാർബിൾസ് ഉടമയുമായ KM രഘുനാഥൻ രംഗത്തെത്തി. മാവേലിക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മാവേലിക്കരയിലെ വ്യവസായിയിൽ നിന്നടക്കം നിരവധി പേരിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പള്ളിപ്പാട് സ്വദേശി സന്തോഷ് ഈപ്പൻ എന്നയാളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായ വ്യവസായിയും മാവേലിക്കരയിലെ താജ് മാർബിൾസ് ഉടമയുമായ KM രഘുനാഥൻ രംഗത്തെത്തി. ഇത് സംബന്ധിച്ച് മാവേലിക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അയാള് എന്റെ കടയിൽ വന്ന് കുറെ സാധനങ്ങൾ എടുത്ത് നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഗൾഫിലെ ബാർ ഹോട്ടലുകളൊക്കെ നടത്തുന്നതാണ്. ഒരു സന്തോഷ് റിയൽ എസ്റ്റേറ്റ് എന്നൊരു സ്ഥാപനം നടത്തുന്നു. അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ് ബാങ്കിനെക്കാട്ടി കുറച്ച് റേറ്റിൽ തരാമെന്നുള്ള പറഞ്ഞു. അങ്ങനെ എന്നെ വിശ്വസിപ്പിച്ച് 10 കോടി രൂപ ലോൺ തരാമെന്നുള്ള എഗ്രിമെന്റ് വെച്ചു. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് ഇപ്പം പറഞ്ഞു ഒരു 3 ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് അവിടെ ഇൻകം ടാക്സിന്റെ ഒരു ചെറിയ അഡ്വാൻസ് കൊടുക്കണം, അതിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2,25,000 രൂപയോളം എന്റെ മനേരായ മധുവിന്റെ കയ്യിലും 75,000 രൂപയോളം ഞാൻ ഡയറക്റ്റ് അക്കൗണ്ടിലേക്കും സന്തോഷിപ്പിന്റെ അക്കൗണ്ടിലേക്കും അയച്ചു കൊടുത്തു. തട്ടിപ്പ് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് രഘുനാഥൻ പരാതി സമർപ്പിച്ചു. തന്റെ സ്ഥാപനത്തിലെ മാനേജറും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് KM രഘുനാഥൻ പറയുന്നു. 34 ലക്ഷം രൂപയാണ് തന്റെ പക്കൽ നിന്നും തട്ടിപ്പ് നടത്തി വാങ്ങിയെടുത്തതെന്ന് KM രഘുനാഥൻ പറഞ്ഞു. സമാനമായ രീതിയിൽ പള്ളിപ്പാട് സ്വദേശിയും പ്രൈവറ്റ് ബസ് ഉടമയുമായ സുനിലും തട്ടിപ്പിനിരയായി. തന്റെ 93 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തതെന്ന് സുനിൽ പറയുന്നു. ഇത് സംബന്ധിച്ച മാവേലിക്കര കോടതിയിൽ കേസ് നിലവിലുണ്ടെന്നും വ്യക്തമാക്കി. പലരുടെയും ഇതുപോലുള്ള ചീറ്റിങ്ങുകൾ നടത്തി പൈസ വാങ്ങിയെടുത്തിട്ടുള്ളത്. അതിൽ എന്നെയും ഉൾപ്പെടുത്തി. എന്നോട് പല കള്ളത്തരങ്ങൾ പറഞ്ഞെന്റെ ഇന്ന് പല തവണയായിട്ട് പൈസ വാങ്ങിയതിന് ശേഷം അതിന് ഈടായിട്ട് അവരുടെ വീടും വസ്തുവും കൂടി അയാളുടെ അപ്പന്റെ പേരിൽ കിടന്ന വീടും വസ്തുവും കൂടി അപ്പനെ കൊണ്ട് കരാർ എഴുതിപ്പിച്ചു തന്നു. അത് 1,10 ലക്ഷം രൂപ ആ പ്രോപ്പർട്ടിക്ക് വിലയിട്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 90 ലക്ഷം രൂപ അതിനകത്ത് അഡ്വാൻസ് ആയിട്ട് വകയിരുത്തിക്കൊണ്ടാണ് എനിക്ക് എഗ്രിമെന്റ് എഴുതുന്നത്. പലതവണയായിട്ട് എന്നെ കോംപ്രമൈസ് എന്നും പറഞ്ഞു വിളിച്ചിട്ട് കോടതിയിൽ വെച്ച് അവഹേളിക്കുകയാണ് ചെയ്തത്. ഇതുപോലുള്ള സമാനമായ കേസുകൾ ഞാനിങ്ങനെ കോടതിയെ സമീപിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള സമാനമായ കേസുകൾ ഒരുപാട് വെളിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 5 കോടി രൂപയുടെ ക്രമക്കേടുകൾ ഇയാൾ പലരെയും പറ്റിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചേതന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കരുതൽ. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യ, കാരിത്താസ് ന്യൂസിലൻഡിന്റെ സഹായത്തോടുകൂടി സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂൾ കുട്ടികൾക്ക് സഹായഹസ്തമൊരുക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കരുതൽ ഒരുക്കുകയാണ് മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കായംകുളം ചേതന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യ, കാരിത്താസ് ന്യൂസിലാൻഡിന്റെ സഹായത്തോടുകൂടി സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂൾ കുട്ടികൾക്കായി സഹായഹസ്തമൊരുക്കുന്നത്. ചേതനയും കൂടെ ചേർന്നാണ് ഇന്ന് ഇവിടെ ഈ ഒരു ചെറിയ ഒരു സഹായം ഈ സ്കൂളിൽ എത്തിച്ചു കൊടുക്കുക. ചേതനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചേതന ഓരോ മാസം നമ്മൾ 100-110ഓളം വരുന്ന ക്യാൻസർ രോഗികളെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്നതിൽ ഈ ഒരു സ്കൂളിന് ഒരു വലിയ പങ്കുണ്ട്. കലണ്ടർ, മറ്റു കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ചാരിറ്റി ബോക്സ്, അതിലൂടെയൊക്കെ ഒത്തിരിയേറെ സഹായങ്ങൾ ഞങ്ങൾക്ക് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കായംകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലും ബദനി പബ്ലിക് സ്കൂളിലും വിദ്യാർത്ഥികൾക്ക് കോവിഡ് പ്രതിരോധ കിറ്റുകൾ വിതരണം ചെയ്തു. ഇതിനോടൊപ്പം ചേതന ആശാകിരണം ക്യാൻസർ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂൾ ലാവൻഡർ ആർമിയുടെ ചേതന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് തെക്കേവീട്ടിൽ, പ്രൊജക്ട് ഓഫീസർ റോഷിൻ പൈനമൂട്, ഹെഡ് മിസ്റ്റേഴ്സായ സിസ്റ്റർ ദീപ്തി, സിസ്റ്റർ പ്രദീപ്തി, സിസ്റ്റർ ബ്രജിത, സ്കൂൾ അധ്യാപകർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, ചേതന സ്റ്റാഫ് അനൂജ്, ഡെന്നിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാസ്കുകൾ, സാനിറ്റൈസർ, ഫ്ലോർ ക്ലീനർ, തെർമൽ സ്കാനർ എന്നിവയടങ്ങുന്ന പ്രതിരോധ കിറ്റുകളാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നൽകിയത്. മാസ്കുകളുണ്ട്, സാനിറ്റൈസർ ഉണ്ട്, ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ചൂട് അളക്കാൻ വേണ്ടിയുള്ള അതിന് മാപ്പിനിയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മാസ്ക് തന്നു വിടുക എന്ന ഉദ്ദേശത്തോടെയല്ല. നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളൊരു മാസ്ക് ഇല്ലാതെ ഒരു ദിവസം വന്നു, ടീച്ചേഴ്സ് ഇല്ലാതെ വന്നു, അല്ലെങ്കിൽ ഒരു മാസ്ക് അഴുക്കായിപ്പോയി, വെള്ളത്തിൽ പോയി, അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് മാസ്ക് ഇവിടെ ഏകദേശം 1500 മാസ്കാണ് ഈ സ്കൂളിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. CD നെറ്റ് ന്യൂസ് കായംകുളം.
കായംകുളം ചേതന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായി വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചേതനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ലൂക്കോസ് കന്നിമേൽ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാവേലിക്കര രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കായംകുളം ചേതന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ സന്ദേശവുമായി വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചേതനയിൽ സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചേതനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ലൂക്കോസ് കന്നിമേൽ നിർവഹിച്ചു. ഈ ലോകത്തില് എല്ലാത്തിനും പ്രധാന ഘടകമായി നിൽക്കുന്നത് ഒരു വനിതയാണ്, സ്ത്രീയാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. എന്റെ അമ്മയുടെ മുഖം നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും അതിപ്പോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ദേവിയായിട്ട് കാണേണ്ടതാണ് ഓരോ സ്ത്രീയും. ചേതനയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് തെക്കേ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആദ്യമേ തന്നെ എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ സമൂഹത്തിൽ സ്ത്രീകളെ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. വിവാഹം, വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുശേഷം വാർദ്ധക്യാവസ്ഥയിൽ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ഓരോ സമയഘട്ടങ്ങളിലും ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുന്നു. ചേതന സെൻട്രൽ ഹെഡ് ലീന, അധ്യാപക ശോഭ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടത്തി. CD നെറ്റ് കായംകുളം. പുതിയവിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശോഭ യോഗം ഉദ്ഘാടനം ചെയ്തു. പുതിയവിള ദേശാഭിമാനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ എൽ രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശോഭ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ചരിക്കാൻ പാടുണ്ടോ? നീ ഇങ്ങനെ കൂവുന്ന എന്താണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന സ്വാഭാവികമാ. മോൻ അലറിയാൽ ഒന്ന് കൂവിയാൽ നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ നീ എന്താടാ കൂവുന്നതെന്ന്? ചോദിക്കുന്നത് അവനാണല്ലേ, അവന് കൂവാ. നമ്മൾ കൂച്ചുവിലങ്ങിടുകയാണ്. നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങളുടെ മേൽ നമ്മൾ തന്നെ, നമ്മൾ അറിയുന്നില്ല, അറിയാതെ ചെയ്യുകയാണ്. സുസ്ഥിരമായ നാളേക്കായി ലിംഗസമത്വം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വനിതാവേദി ജോയിന്റ് സെക്രട്ടറി ശ്രീലേഖ സ്വാഗതവും സെക്രട്ടറി സരസ്വതി കൃതജ്ഞതയും പറഞ്ഞു. കൃഷ്ണകുമാരി പിള്ള, വിമ വിനയചന്ദ്രൻ, ആശ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം. ഹരിപ്പാട് ഉപജില്ലയിലെ സർഗകൈരളി പരിപാടി BRCയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് ഉപജില്ലയിലെ സർഗകൈരളി പരിപാടി ഹരിപ്പാട് BRCയിൽ നടന്നു. സമൃദ്ധവും വൈവിധ്യപൂർണവുമായ കലാസാംസ്കാരിക പൈതൃകം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അഭിജിത്ത് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 7 മുതൽ 12 വരെ ക്ലാസുകളിലെ 60 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടിയോടനുബന്ധിച്ച് ഏവൂർ അഭിജിത്തും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ചന്ദരൂർ മായ നാടക നടന കലാപഠനം അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ എന്നിവ നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു. മറ്റ് ട്രെയിനിങ് സെന്ററുകൾക്ക് മാതൃകാപരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉൾപ്പെടെ സർക്കാർ ഭക്ഷണത്തിന് കാശൊന്നും നൽകുന്നുണ്ടോ? ഇല്ല. ഭക്ഷണത്തിന് ഉൾപ്പെടെ കാശ് സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തി കൃത്യമായി നല്ല രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ BRCയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. കുട്ടികളുടെ പഠനം എത്രയും നിലവാരം ഉയർത്തുക, അവർക്ക് പെട്ടെന്ന് പഠിക്കുവാൻ വേണ്ട രീതികൾ കാട്ടിക്കൊടുക്കുക എന്നതാണ്. ഇതോടനുബന്ധിച്ച് നടന്ന ചലന സഹായ ഉപകരണ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TS ദാഹ നിർവഹിച്ചു. ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ KM രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹരിപ്പാട് BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ജൂലിയസ് സ്വാഗതം പറഞ്ഞു. CD നെറ്റ് ന്യൂസ് ഹരിപ്പാട്. മാർഷൽ 5ാമത് അണ്ടർ 19 ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി റണ്ണറപ്പായി. മംഗലാപുരം KCA ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി 1 റണ്ണിന് തിരുവനന്തപുരം മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിനോട് പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും മംഗലപുരം KCA ഗ്രൗണ്ടിലുമായി നടന്ന മാർഷൽ 5ാമത് അണ്ടർ 19
ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ മംഗലാപുരം KCA ഗ്രൗണ്ടിൽ കായംകുളം ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി 1 റണ്ണിന് തിരുവനന്തപുരം മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിനോട് പരാജയപ്പെട്ടു. ടോസ് നേടി മാസ്റ്റേഴ്സിനെ ഫീൽഡിംഗിന് അയച്ച ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമിക്കെതിരെ മാസ്റ്റേഴ്സ് 48.3 ഓവറിൽ 288 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 287 റൺസാണ് നേടിയത്. അത്യന്തം ആവേശകരമായ മത്സരത്തിൽ 1 റൺസിനാണ് കായംകുളം TCA പരാജയപ്പെട്ടത്. TCAയ്ക്ക് വേണ്ടി ഫൈനലിൽ വിപുൽ ശക്തി 156 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മികച്ച ബൗളറായി പ്രതീഷ് പവനെയും മികച്ച ബാറ്റ്സ്മാനായി TCAയുടെ അൽത്താഫിനെയും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടാൻ സഹകരണവും പിന്തുണയുമായി സർക്കാർ എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിവരവിനിമയത്തെ കൂടുതൽ ജനകീയമാക്കിയെന്നും മുഖ്യമന്ത്രി. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള സ്വപ്നത്തിന് സാഫല്യം. കായംകുളം കായലിന് കുറുകെ നിർമ്മിച്ച വലിയഴീക്കൽ പാലം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പള്ളിപ്പാട് സ്വദേശിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത് തട്ടിപ്പിനിരയായ വ്യവസായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.